ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിമിനറി സ്റ്റേജ് 1 എക്സാമിനേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ അനുബന്ധ വിവരങ്ങളും നോക്കാം. വീഡിയോയിലേക്ക് പോകാം. 20. വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ. റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്നും അധികമായി വരുന്ന ആകെ ചിലവാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ധനക്കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാരിൻ്റെ ചെലവുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാനത്തിലുണ്ടാകുന്ന കുറവ്, അതാണ് ധനക്കമ്മി എന്ന് പറയുന്നത്. എന്താണ്? സർക്കാരിൻ്റെ ചെലവുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാനത്തിലുണ്ടാകുന്ന കുറവാണ് ധനക്കമ്മി. സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന വരുമാന സ്രോതസ്സാണ് നികുതികൾ. അപ്പോൾ നികുതികൾ എന്ന് പറയുന്നത് എന്താണ്? സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന വരുമാന സ്രോതസ് നികുതികൾ. ധനക്കമ്മി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ധനക്കമ്മി = ആകെ ചിലവ് മൈനസ് ആകെ രസീതുകൾ. ധനക്കമ്മി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ധനക്കമ്മി = ആകെ ചിലവ് മൈനസ് ആകെ രസീതുകൾ. ഇനി റവന്യൂ കമ്മി. റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിന് സർക്കാരിൻ്റെ ഫണ്ടിൻ്റെ അഭാവമാണ് റവന്യൂ കമ്മി എന്ന് പറയുന്നത്. മൊത്തം റവന്യൂ ചെലവ് മൊത്തം റവന്യൂ വരുമാനത്തേക്കാൾ കൂടുതലാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്, റവന്യൂ കമ്മി സംഭവിക്കുന്നത്. അപ്പോൾ റവന്യൂ കമ്മി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആകെ റവന്യൂ വരുമാനം മൈനസ് ആകെ ചിലവാണ്. റവന്യൂ കമ്മി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആകെ റവന്യൂ വരുമാനം മൈനസ് ആകെ ചിലവ്. ധനക്കമ്മി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ആകെ ചിലവ് മൈനസ് ആകെ രസീതുകൾ. ഇനി നമുക്ക് സിവിൽ സർവീസ് എക്സാമിനേഷന് ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഇന്ത്യയിലെ ധനക്കമ്മി നിയന്ത്രിക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇപ്പം സിവിൽ സർവീസ് എക്സാമിനേഷന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണിത്. ഇന്ത്യയിലെ ധനക്കമ്മി നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഉദ്യോഗസ്ഥ തലത്തിലെ കുറവ്. അപ്പോൾ ഉദ്യോഗസ്ഥരെ കുറയ്ക്കുക, ഉദ്യോഗസ്ഥ തലത്തിലെ കുറവ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കൽ അല്ലെങ്കിൽ ഓഫ് ലോഡ് ചെയ്യൽ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇന്ത്യയിലെ ധനക്കമ്മി നിയന്ത്രിക്കാൻ പറ്റുന്നത്? ഉദ്യോഗസ്ഥ തലത്തിലെ കുറവ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കൽ അല്ലെങ്കിൽ ഓഫ് ലോഡ് ചെയ്യൽ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്താണ്? ബജറ്റ് കമ്മി നികത്താൻ പുതിയ പണം സൃഷ്ടിക്കൽ. അപ്പോൾ ബജറ്റ് കമ്മി നികത്താൻ പുതിയ പണം സൃഷ്ടിക്കലാണ് ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസും സിവിൽ സർവീസ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 21. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ NEGP. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ബി. ഓൺലി 1 and 2. അപ്പോൾ എന്തൊക്കെയാണ്? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്. അപ്പോൾ അതാണ് അതിനകത്ത് ആൻസറായിട്ട് വരുന്നത്. ഇനി നമുക്ക് അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 27 മിഷൻ മോഡ് പ്രോജക്റ്റുകളും 8 ഘടകങ്ങളും 27 മിഷൻ മോഡ് പ്രോജക്റ്റുകളും 8 ഘടകങ്ങളും അടങ്ങുന്ന ദേശീയ ഇ ഗവേണൻസ് പ്ലാൻ സർക്കാർ അംഗീകരിച്ചത് 2006 മെയ്യിലാണ് ഇ ഗവേണൻസ് പ്ലാൻ സർക്കാർ അംഗീകരിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് അതിനകത്ത്? 27 മിഷൻ മോഡ് പ്രോജക്റ്റുകളും 8 ഘടകങ്ങളും. കേന്ദ്ര സംസ്ഥാന സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കാനായി
ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം പുറത്തിറക്കിയ ഡിജിറ്റൽ ഇന്ത്യ സംരംഭമായ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉമംഗ്. ഉമങ്ങിൻ്റെ ഫുൾ ഫോം എന്താണ്? യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ്. അപ്പോൾ ഉമംഗ് എന്ന് പറയുന്നത് എന്താണ്? ഉമംഗ് കേന്ദ്ര സംസ്ഥാന സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കാനായി ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം പുറത്തിറക്കിയ ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ആയ മൊബൈൽ ആപ്ലിക്കേഷൻ, അതാണ് എന്താ ഉമംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാവരിലേക്കും ഇൻ്റർനെറ്റ് സൗകര്യം എത്തിക്കുകയും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ള സർക്കാർ പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാവരിലേക്കും ഇൻ്റർനെറ്റ് സൗകര്യം എത്തിക്കുകയും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ള സർക്കാർ പദ്ധതി. 2015 ജൂലൈയിലാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി തുടക്കമിട്ടത് എന്നാണ്? 2015 ജൂലൈയിലാണ്. 2015 ജൂലൈയിലാണ് എന്തിന് തുടക്കമിട്ടത്? ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിക്ക് തുടക്കമിട്ടത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 23. 22ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, ആൾ ഓഫ് ദി എബോവ്. ഏതൊക്കെയാണ്? 1985 ഭരണഘടനയിൽ ചേർത്തു, 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് അതിനകത്തെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചതിനു ശേഷം ആ പാർട്ടിയിലെ തൻ്റെ അംഗത്വം സ്വമേധയാ രാജിവെക്കുകയോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി സഭയുടെ വോട്ടിങ്ങിൽ നിന്നും വിട്ടുനിൽക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്താൽ പ്രസ്തുത അംഗത്തിന് തൻ്റെ സഭാ അംഗത്വം നഷ്ടപ്പെടും. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് ലോക്സഭാ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് രാജ്യസഭാ ചെയർമാനുമാണ്. അപ്പം എന്താണ് പറഞ്ഞത്? കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് ലോകസഭാ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. രാജ്യസഭാ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ആരാണ്? രാജ്യസഭാ ചെയർമാനാണ്. കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? ലാൽ ദുഹോമ. ലാൽ ദുഹോമയാണ് കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ MP ആര് എന്ന് ചോദിച്ചാൽ ആരാണ് ആൻസർ? ലാൽ ദുഹോമ. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം രാജ്യസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ MP മുഹമ്മദ് സെയ്ദ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം രാജ്യസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ MP ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? മുഹമ്മദ് സെയ്ദ്. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗം ബാലകൃഷ്ണപിള്ള. അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗം ആരാണ്? ബാലകൃഷ്ണപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ 24. വകുപ്പ് വൽക്കരണത്തിൻ്റെ 4 അടിസ്ഥാനങ്ങൾ 4Ps എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, only 1, 3 and 4. ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 4Ps തിയറി കൊണ്ടുവന്നത് ആരാണ്? ലൂഥർ ഗുള്ളിക്. ലൂഥർ ഗുള്ളിക്കാണ് 4Ps തിയറി കൊണ്ടുവന്നത്. ലൂഥർ ഗുള്ളിക്. ഇനി ഈ 4Ps ഏതൊക്കെയാണ്? ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികൾ, സ്ഥലം. പർപ്പസ്, പ്രോസസ്, പേഴ്സൺസ്, പ്ലേസ്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഉദ്ദേശം
ഉദ്ദേശം അഥവാ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, അതാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് വരുന്നത് ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? സുരക്ഷയാണ്, രാജ്യത്തിൻ്റെ സുരക്ഷ. അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഉദ്ദേശം അഥവാ പർപ്പസ് എന്നുള്ളതിന് ഉദാഹരണം ഏതൊക്കെയാണ്? ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നോക്കി വെച്ചേക്കുക. ഉദ്ദേശം അഥവാ പർപ്പസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്തത് പ്രക്രിയ അഥവാ പ്രോസസ്സ്. അപ്പം പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സ് വരുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലായിരിക്കും? ടെക്നിക്കൽ സ്കില്ല് ഉള്ളവരെ ഗ്രൂപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രക്രിയ അഥവാ പ്രോസസ്സ്. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ലോ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയവയാണ്. അപ്പോൾ പ്രോസസ്സിന് ഉദാഹരണമായിട്ടുള്ളത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ്? സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ലോ ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി വരുന്നത് വ്യക്തികൾ അഥവാ പേഴ്സൺസ്. അപ്പം അതിൽ വരുന്നത് ട്രൈബൽ വെൽഫെയർ, വുമൺ വെൽഫെയർ, ചൈൽഡ് ഡെവലപ്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് വ്യക്തികൾ, പേഴ്സൺസ് തുടങ്ങിയവയിൽ വരുന്നത്. ഇനി വരുന്നത് സ്ഥലം അഥവാ പ്ലേസ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെറിട്ടോറിയൽ ഏരിയയിൽ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതായത് റെയിൽവേ സോണുകൾ, നോർത്തേൺ റെയിൽവേ സോൺ, സൗതേൺ സോൺ അങ്ങനെയൊക്കെ വരുന്ന ഒരു പർട്ടിക്കുലർ ടെറിട്ടോറിയൽ ഏരിയയിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് സ്ഥലം അഥവാ പ്ലേസിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അത് നോക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 25. 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം. ആൻസർ ഓപ്ഷൻ എ, only one. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. അതാണ് 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം. ഇനി നമുക്കതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം. എല്ലാ വർഷവും ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. അപ്പം എന്നാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്? ഡിസംബർ 10. ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്ര സംഘടന 1948 ഡിസംബർ 10 നടത്തിയതിൻ്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. അപ്പം എന്നാണ് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്ര സംഘടന നടത്തിയത്? 1948 ഡിസംബർ 10. 2025 മനുഷ്യാവകാശ ദിനാചരണത്തിൻ്റെ സന്ദേശമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ഹിസ്റ്ററി എന്നാണ്. അപ്പോൾ 2025 മനുഷ്യാവകാശ ദിനാചരണത്തിൻ്റെ സന്ദേശം എന്താണ്? റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ഹിസ്റ്ററി. അന്തർദേശീയ മനുഷ്യാവകാശ വർഷമായി യുനെസ്കോയുടെ നേതൃത്വത്തിൽ ആചരിച്ചത് 1968 അപ്പോൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ വർഷമായിട്ട് യുനെസ്കോയുടെ നേതൃത്വത്തിൽ ആചരിച്ചത് എന്നാണ്? 1968. ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഒക്ടോബർ 12. അന്തർദേശീയ മനുഷ്യാവകാശ വർഷമായി യുനെസ്കോയുടെ നേതൃത്വത്തിൽ ആചരിച്ചത് എന്നാണ്? 1968. അടുത്ത ക്വസ്റ്റ്യൻ 26. 73-ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അഥവാ സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3, 4. നാഗാലാൻഡ്, മിസോറാം, ജമ്മു ആൻഡ് കാശ്മീർ, മേഘാലയ. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. ഇനി അനുബന്ധ വിവരങ്ങൾ നോക്കാം. ഇന്ത്യയിലാകമാനം പഞ്ചായത്ത് രാജ് വ്യവസ്ഥ നിലവിൽ വരാൻ കാരണമായത് 73-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ 73-ാം ഭരണഘടനാ ഭേദഗതിയുടെ ഫലമായിട്ടാണ് എന്ത് നിലവിൽ വന്നത്? പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത്. ഭരണഘടനയുടെ 73-ാം ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് 1993 ഏപ്രിൽ 20-നാണ്. 1993 ഏപ്രിൽ 20-നാണ് എന്ത് നിലവിൽ വന്നത്?
73-ാം ഭേദഗതി പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അപ്പോൾ രാജസ്ഥാനാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം. എന്നാണ്? 1959. 1959 ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. 73-ാം ഭേദഗതിയിലൂടെ 11-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 73-ാം ഭേദഗതിയിലൂടെ എത്രാമത്തെ പട്ടികയാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? 11. ഭരണഘടനയുടെ 11-ാം പട്ടികയിൽ ഉൾപ്പെടുന്ന ആകെ വിഷയങ്ങൾ 29 എണ്ണമാണ്. അപ്പോൾ 11-ാം പട്ടികയിൽ ഉൾപ്പെടുന്ന ആകെ വിഷയങ്ങൾ എത്രയാണ്? 29 എണ്ണമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 243 മുതൽ 243 ഓ വരെ 243 ഓ വരെയുള്ളവയുടെ പ്രതിപാദ്യം പഞ്ചായത്തുകളാണ്. അപ്പോൾ 243 മുതൽ 243 ഓ വരെ എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? പഞ്ചായത്തുകളെയാണ് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ 243 മുതൽ 243 ഓ വരെ ഉള്ളവ ഉൾപ്പെടുന്നത് 9-ലാണ്. ഭാഗം 9-ലാണ് 243 മുതൽ 243 ഓ വരെ ഉള്ളവ ഉൾപ്പെടുന്നത്. ഭാഗം 9. ഇന്ത്യയിൽ നഗരപാലികാ നിയമം നടപ്പാക്കാൻ കാരണമായത് 74-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ 74-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് നഗരപാലികാ നിയമം നടപ്പിലാക്കാൻ കാരണമായത്. 74-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടികയാണ് 12-ാം പട്ടിക. 12-ാം പട്ടിക കൂട്ടിച്ചേർത്തത് 74-ാം ഭേദഗതിയിലൂടെയാണ്. 12-ാം പട്ടിക. ഇനി മുനിസിപ്പാലിറ്റികളെ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? മുനിസിപ്പാലിറ്റികളെ പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ. അനുച്ഛേദം 243 പി മുതൽ 243 ഇസഡ് ജി വരെയാണ്. ഇസഡ് ജി വരെ 243 പി മുതൽ 243 ഇസഡ് ജി വരെയാണ് മുനിസിപ്പാലിറ്റികളെ പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന ഭാഗം ഏതാണ്? 243 പി മുതൽ 243 ഇസഡ് ജി വരെ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ഭാഗം 9A. 9Aയിലാണ് 243 പി മുതൽ 243 ഇസഡ് ജി വരെ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോ നോക്കാം.